അപ്പൊ ഇന്ന് മീനഭരണിയുടെ തലേ ദിവസം അശ്വതി വിളക്ക്. എല്ലാ വർഷവും വരുന്ന പോലെ ഈ തവണയും ഞങ്ങൾ പോന്നു. പക്ഷെ കഴിഞ്ഞ വർഷങ്ങൾ പോലെ ആയിരുന്നില്ല തിരക്ക്. ട്രാഫിക് ബ്ലോക്കും ബഹളങ്ങളും തിക്കും തിരക്കും ഒക്കെ 1 മണിക്കൂറോളം എടുത്തു ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്താൻ. ട്രാഫിക് ബ്ലോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പോലീസുകാരുണ്ടായിരുന്നു. എങ്കിലും എവിടെയൊക്കെയോ ചില തെറ്റ് പറ്റിയതായിട്ട് തോന്നി. കാരണം ചില വണ്ടികൾ ക്രോസ് ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്ന് പോലും അവർക്കറിയാത്തൊരു മട്ടായിരുന്നു വന്നത്. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയ സമയമായപ്പോഴത്തേക്കും കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എല്ലാം കഴിഞ്ഞോണ്ടായിരിക്കും തിരക്കില്ലാത്തതെന്ന്. പക്ഷെ കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ആനയും ശിങ്കാരിമേളവും എല്ലാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തിരക്കെല്ലാം അങ്ങ് അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു. ശിങ്കാരിമേളവും തീർന്ന് വിളക്കിറങ്ങാൻ നേരമായിരുന്നു ഞങ്ങൾ ചെന്നത്. ഞാനും ചേച്ചിയും അമ്മയും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടനും വന്നില്ല, എൻ്റെ ചേട്ടനും വന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനും അമ്മയും ചേച്ചിയും എല്ലാവരും കൂടെ ഒന്നിച്ചു പോയതായിരുന്നു ഉത്സവത്തിന്. വർഷങ്ങൾക്ക് ശേഷം വിളക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടത് ഇന്നലെയാണ്. കാര്യം വേറൊന്നുമല്ല, സാധാരണ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ വിളക്ക് പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിളക്ക് ഇറങ്ങി കാണത്തില്ല. ആദ്യമായിട്ടാണ് വിളക്ക് പോകുന്നതും അതിന്റെ കൂടെ തന്നെ നമ്മുടെ മേളക്കാർ പോകുന്നതും ഒക്കെ ഞാൻ കാണുന്നത്. അത്രയും ആനയെ നിരത്തി നിർത്തിയേക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുടമാറ്റം അങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ കണ്ടത് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കാണ്, ഇന്നലെ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് അമ്മ പറഞ്ഞത് കുടമാറ്റമൊക്കെ ഇന്നായിരുന്നു, അത് കഴിഞ്ഞെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെതായ കുറച്ച് പരിമിതി ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് വീഡിയോസും ഫോട്ടോസും മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ചേട്ടൻ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. വേറൊന്നും കൊണ്ടല്ല, ഹൈറ്റിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബോയ്സ് ആകുമ്പം അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കൺവീനിയന്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ അശ്വതി വിളക്ക് ഇറങ്ങി ഓരോ ടീമും അതിന്റെ അംഗങ്ങളും അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് പിള്ളേർ സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നിലായിട്ട് അവരുടേതായ ഒരു ലോകത്ത് ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ആഘോഷമായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിന് പിന്നാലെ തന്നെ ഞങ്ങളും പോയി. കാരണം എല്ലാ കരക്കാരും പോയി കഴിഞ്ഞപ്പോൾ നമ്മള് അമ്പലം ഒരു വിധത്തിൽ പറഞ്ഞാൽ ശൂന്യമായതുപോലെ തോന്നി. നന്നായിട്ടല്ല എങ്കിലും ഒരു കൂട്ടം ആളുകൾ പോയതിന് പിന്നാലെ. അപ്പം അവരുടെ എല്ലാം കൂടെ മേളക്കാരും പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെണ്ടമേളം, ശിങ്കാരിമേളം, പിന്നെ നമ്മുടെ ആന, അവരെല്ലാവരും അവരുടെ കൂടെ അങ്ങ് പോയി. കാരണം വിളക്ക് ഊര് ചുറ്റിക്കഴിഞ്ഞാണ് വരുന്നത്. ആന തിടമ്പേറ്റി അവരുടെ ഓരോരുത്തരുടെയും കൂടെ പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചല്ല പോയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടെ പോയതാണെങ്കിലും മേളക്കാരുടെ എല്ലാം തൊട്ട് പുറകെ ആയിട്ടായിരുന്നു ഞങ്ങൾ പോരുന്നത്. മീനമാസത്തെ ഭരണിയിലാണ് നമ്മൾ ഉത്സവം നടത്തുന്നത്. ഈ ആഘോഷങ്ങൾ പോലെ തന്നെ എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒന്നാണ് അശ്വതി വിളക്ക്. ഒരുപാട് ഐതിഹ്യങ്ങളും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല, കാരണം ഒരുപാടുണ്ട്. നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് ദേവിയെ കാണാനായിട്ട് ഈ 7 ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. ഭദ്രകാളിയാണ് ദേവി പുറ്റിങ്ങലമ്മ, പരവൂരിന്റെ സ്വന്തം പുറ്റിങ്ങൽ ദേവി ക്ഷേത്രം.